അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ മൂന്നാമത്തെ പാഠത്തിലൂടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നാലാമത്തെ പാഠത്തിൽ, അഖ്ലാഖിലെ നാലാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നാവിനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ സംസാരിക്കുന്ന നാവ് ഉപയോഗിച്ചുകൊണ്ടാണ്. സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ബന്ധങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നത് നമ്മുടെ സംസാരങ്ങളുടെയും പെരുമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എന്ത് പറയുമ്പോഴും ആദ്യം ഒന്ന് ചിന്തിക്കണം, എന്താണ് പറയാൻ പോകുന്നത് എന്ന്. എന്നിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മൃഗശാലയിൽ പോയാൽ സിംഹത്തെ എങ്ങനെയാണ് കാണുക? അതെ, വളരെ ഭദ്രമായ ഒരു കെട്ടിടത്തിനുള്ളിൽ കമ്പികൾക്കിടയിലൂടെ കൂട്ടിലായിരിക്കും നമ്മൾ സിംഹത്തെ കാണുക, അല്ലേ? ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് വരാൻ സാധിക്കാത്ത രീതിയിൽ ഭദ്രമായിട്ടായിരിക്കും സിംഹത്തെ അവർ കൂട്ടിലടച്ചിട്ടുണ്ടായിരിക്കുക. ഇതുപോലെയാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നാവിനെയും വെച്ചിട്ടുള്ളത്. നാവിനെ പല്ലുകൾ കൊണ്ട് ഭദ്രമാക്കി, അതിൻ്റെ പുറത്ത് ചുണ്ടുകൾ കൊണ്ട് വീണ്ടും ഭദ്രമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് അള്ളാഹു നാവിനെ ഭദ്രമാക്കിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അപ്പോൾ നാവ് കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്തെല്ലാമാണ് നമുക്ക് പറയാൻ പാടുള്ളത് എന്നും പറയാൻ പാടില്ലാത്തത് എന്നും നമുക്ക് തന്നെ അറിയാം. എങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ചീത്ത വാക്കുകൾ പറയാൻ പാടുണ്ടോ? ഇല്ല. മറ്റുള്ളവരെ ചീത്തത് വിളിക്കാൻ പാടുണ്ടോ? ഇല്ല. കളവ് പറയാൻ പാടുണ്ടോ? ഇല്ല. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാവിന് ചില ദോഷങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഏഷണി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന പരിപാടിയാണ് ഏഷണി എന്ന് പറഞ്ഞാൽ. പരദൂഷണം എന്ന് പറയുമ്പോൾ കുറ്റം പറച്ചില്, ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ എന്ന് പറയുമ്പോൾ ചീത്ത വാക്കുകൾ പ്രയോഗിച്ച് നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിക്കൽ. പിന്നെ ശപിക്കാം, ഇനി ഒരിക്കലും നന്നാവില്ലടാ എന്നൊക്കെ രീതിയിൽ ശപിക്കാം. കളവ് പറയാം, പരിഹസിക്കാം, കളിയാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, ഇതെല്ലാം എന്താണ്? നാവ് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്, നാവിൻ്റെ ദോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചീത്ത വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല. നമ്മളൊരിക്കലും കളവ് പറയാൻ പാടില്ല. നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയാൻ പാടില്ല. നമ്മളൊരിക്കലും മറ്റുള്ളവരെ കളിയാക്കാനും പാടില്ല. അപ്പൊ ഇങ്ങനെ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, അതുപോലെയുള്ളവരെ ഒരിക്കലും ശപിക്കാനും പാടില്ല.